എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ പറയുന്ന ഒരു സ്ഥിരം പറയുന്ന ഡയലോഗാണ്, എത്ര വേഗമാണ് സമയവും കാലവും പോകുന്നതെന്ന്. അത് തന്നെ ഒരു രസകരമായ വർത്തമാനമാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഒരു ദിവസം ഒന്ന് പോയി കിട്ടാൻ എത്ര സമയം എടുക്കുന്നില്ല. നമുക്ക് ഒരുപാട് സമയം എന്തൊക്കെയോ പ്രശ്നം അല്ലെങ്കിൽ സമ്മർദ്ദമാണ് ഒരു ദിവസം കൊണ്ട് മാറിക്കിട്ടാൻ. ഒരു ശനിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു യുഗം കാത്തിരിക്കുന്നത് പോലെയാണ്. കാരണം അന്ന് ഒരു ശനിയാഴ്ചയാണ് ഒരു സിനിമ കാണാനുള്ള അവസരമുള്ളത്, അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് ഒരു സിനിമ പാട്ട് കേൾക്കാനുള്ള അവസരം വീട്ടിലുള്ളത്. ഒരു ഹിന്ദി സിനിമ കാണാൻ ഒരു ശനിയാഴ്ചയാണ് ഒരു അവസരമുള്ളത്. അന്ന് പള്ളിയിലൊക്കെ പോകുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നും ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാലും അന്ന് കുറച്ചുകൂടി ഇഷ്ടമാണ്, കുട്ടികളാണല്ലോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി കൂട്ടുകാരോടെ കൂടുന്നതിന് വേണ്ടി ഒരു ഞായറാഴ്ച കാത്തിരിക്കുന്ന ഒരു യുഗം കാത്തിരിക്കുന്നത് പോലെയാണ്. നീങ്ങത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കാം, അതിൻ്റെ വേഗത നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കാം നമ്മൾക്കങ്ങനെ തോന്നിയിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്നും ഇന്നും 24 മണിക്കൂർ തന്നെയാണല്ലോ. കലണ്ടറിൽ ദിവസങ്ങൾ 24 മണിക്കൂർ തന്നെയാണ്. ഒരു മാസം 30-31 ദിവസം തന്നെയാണ്. ഒരു വർഷം ആ ദിവസം അങ്ങനെ തന്നെയാണ്. അപ്പം മാറ്റം അല്ലെങ്കിൽ അത്തരം വേഗത പ്രകൃതിക്കുണ്ടായിട്ടില്ല, മറിച്ച് നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ നീക്കങ്ങൾക്കും വേഗതകൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കത്ത് അയക്കുന്നു. ഒരാളുടെ വിശേഷം അറിയാൻ വേണ്ടി ഒരു കത്ത് അയച്ചിട്ട് ആ കത്ത് കിട്ടി, അവിടെ നിന്ന് റിപ്ലൈ വരുമ്പോഴാണ് അതിൻ്റെ വിശേഷം നമ്മൾ അറിയുക, അതിൻ്റെ മറുപടി അറിയുക. ഇന്ന് ഒരു നിമിഷങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു വിശേഷം അറിയുക. അപ്പോൾ കാര്യങ്ങൾ വളരെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സയൻസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിമുകൾ വളരെ വേഗത്തിലായതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് സമയവും കാലവും ഒക്കെ വേഗത്തിൽ പോകുന്നതെന്ന് തോന്നുന്നത്. പണ്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഓർമ്മകളുടെ കൂമ്പാരമുണ്ടോ. ഓണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ, ക്രിസ്മസ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2025 ഓർമ്മകൾ എടുക്കുമ്പോൾ ഈസ്റ്ററും ഓണവും ക്രിസ്മസും അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകളെല്ലാം ക്ലബ് ചെയ്ത് കിടക്കുകയാണ്. ഏത് സമയത്താണ് ആര് വന്നത്, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പോയിരുന്ന സമയം ഏതാണ്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് വന്ന സമയം. ഇത് കൺഫ്യൂസ്ഡാണ്. നമ്മൾ ചോദിക്കട്ടെ, നീ ഓണത്തിനാണോ വന്നത്, ക്രിസ്മസിനാണോ വന്നത്, ഈസ്റ്ററിനാണോ വന്നത്? അപ്പോൾ ഈ ഫ്രെയിമുകൾ വളരെ വേഗത്തിലായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ്, ഷട്ടർ സ്പീഡ് എന്നൊക്കെയാണ് ക്യാമറക്കാർ പറയുന്നത്, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ ആ സ്പീഡുകൾ വേഗത്തിലായി എന്നുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാലവും സമയമൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ ഇന്നലെ ആരോ ഒരാളൊരു തമാശ പറയുന്നത് കേട്ടു, ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 2026 ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു തീരുമാനമുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവൻ ഡയറി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ അവൻ എഴുതി വെച്ചിരിക്കുന്നത് അവൻ്റെ ഫിനാൻഷ്യൽ പോളിസി ഗംഭീരമാക്കും. ഞാൻ പറഞ്ഞു അടിപൊളി, എനിക്കിഷ്ടമായി. അത് ഞാൻ പറഞ്ഞു അടുത്ത തീരുമാനം അവൻ്റെ മടി മാറ്റും. ഞാൻ പറഞ്ഞു അതും കൊള്ളാം. അങ്ങനെ കുറേ ഒരു 10ഓളം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനിൽ ഞാൻ കണ്ട കാര്യം അവൻ എഴുതിയിട്ടില്ല. അത് സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതൊന്നും എഴുതണ്ട, നീ ചെയ്യുന്ന കാര്യം സ്ഥിരമായി ചെയ്താൽ ഇതെല്ലാം ശരിയായിക്കോളും. അപ്പോഴും പറഞ്ഞു അത് ശരിയാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം മറക്കുകയാണ്, ബാക്കിയെല്ലാം എഴുതുകയാണ്. അപ്പം ഇന്നലെ മറ്റൊരാൾ പറഞ്ഞ രസകരമായ ഒരു കമൻറ്റ് ഇതാണ്, 2026 പ്രത്യേകിച്ച് ചെറുപ്പക്കാരെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഹെൽത്ത് സംബന്ധിച്ച തീരുമാനമാണ്. എല്ലാവരും 2025 അവസാനമാകുമ്പോഴത്തേനും മാക്സിമം ചിലർ പറയുന്നുണ്ട്, ഈ ഒരു ലാസ്റ്റ് 10 ദിവസം ഞാൻ എല്ലാ വിധത്തിലും മടിയൊക്കെ പിടിച്ച് ഫുൾ ഉറങ്ങി 26 ഡിസംബർ 25-31 കഴിഞ്ഞാൽ പിന്നെ വെരി നെക്സ്റ്റ് ഡേ മുതൽ രാവിലെ നടക്കാൻ പോകും. അപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞ കമൻറ്റാണ്, നടക്കാനൊക്കെ പോയിക്കോളൂ, പക്ഷേ നടക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, കൂട്ടായിട്ട് പോയാൽ അതിൽ ഏറ്റവും മടിയുള്ളവൻ്റെ മടി നിന്നെ ബാധിക്കും. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയാൽ കുറച്ച് 2-3 മാസം ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇന്നും നാളെയൊക്കെ ജിമ്മിലൊക്കെ കൂട്ട ബഹളമായിരിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ പൊഴിഞ്ഞ് തീരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ പഴയതിനെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്ന പഴയകാല ഓർമ്മകൾ, പഴയ കാലത്തിൽ നിന്ന് പുതിയ മനുഷ്യനായി നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴാണ്? ആ ശ്രമം എന്തിനാണ്? അങ്ങനെ ഒരു ശ്രമം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ സെക്കൻഡും പുതിയതാണ്. ഇപ്പോൾ 8:30 കഴിഞ്ഞ് 10:30, 11 മണി എന്ന് പറയുന്നത് പുതിയതാണ്. കലണ്ടറിൽ ഒരു ദിവസം മാറുന്നതും പുതിയതാണ്, ഒരു മണിക്കൂർ പുതിയതാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് തീരുമാനങ്ങൾ പാളുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പഴയതിനെ നമ്മൾ മറന്ന് പുതിയതാകേണ്ട സന്ദർഭം എവിടെയാണ്? ഇത്തരം ചിന്തകളൊക്കെ തന്നെയാണ് ഒരു പക്ഷേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ചില മനുഷ്യരുടെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കലാഭവൻ മണിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ, നമുക്കറിയാം കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. കാരണം മറ്റൊന്നുമല്ല, ഇഷ്ടം വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ അതുപോലെ പറയുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും പഴയ കാലങ്ങളെ മുഴുവൻ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒരു കൽപ്പണിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പം അദ്ദേഹം ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി 5 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൽപ്പണി ചെയ്യുന്ന സ്പോട്ടിൽ അദ്ദേഹം പോയി.
അപ്പോൾ 5 രൂപയാണ് ആവശ്യം. അച്ഛനോട് 5 രൂപ ചോദിച്ചപ്പോൾ അച്ഛൻ മുതലാളിയോട് പറഞ്ഞു ഒരു 5 രൂപ മകന് കൊടുക്കണം, പക്ഷേ മുൻകൂറായി ശമ്പളത്തിൽ നിന്ന് ഒരു 5 രൂപ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മുതലാളി അല്ലെ അതിൻ്റെ ഓണർ പറഞ്ഞു അങ്ങോട്ട് മാറിയേക്ക്, വൈകിട്ട് 5 മണിക്ക് നിൻ്റെ അച്ഛനെ ഞാൻ ശമ്പളം കൊടുക്കും, അതിന് ശേഷം നീ അപ്പോൾ 1.5 മണിക്കൂർ ഇവൻ ആ 5 രൂപയ്ക്ക് വേണ്ടി കാത്തുനിന്നു. പിന്നീട് മണി പറയുന്നൊരു ഡയലോഗ്, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വന്ന് സിനിമയിൽ വന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹത്തിനെ കൊണ്ടുവരാനോ അദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹം കയറി വന്നൊരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അധ്വാനിച്ചുള്ള പണം കൊണ്ട് അദ്ദേഹം നേടിയ പണം കൊണ്ട് ആ അച്ഛൻ ജോലി ചെയ്ത ആ എന്താ പറയുക കൽപ്പണി എന്നാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പറയുക, ആ ഏരിയ തന്നെ ഒരു പാടമാണ്, അത് മുഴുവൻ അദ്ദേഹം വില കൊടുത്ത് വാങ്ങുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇതാണ് പഴയത് നമ്മൾ മറന്നു പോകുമ്പോൾ അല്ലെ പുതിയ മനുഷ്യനായി നമ്മൾ തീരാൻ ശ്രമിക്കുമ്പോൾ ഈ പഴയ കാലത്തിലെ ഇത്തരം ഓർമ്മകളുടെ പ്രതികാരം കൂടിയായിരിക്കണം പുതിയ കാലം. ഞാൻ ഈ പ്രതികാരം എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. പ്രതികാരം എന്ന് പറയുമ്പോൾ ഒരുത്തനെ നശിപ്പിക്കുന്നതല്ല, നമ്മൾ ആ വാക്കിൻ്റെ നെഗറ്റീവ് സെൻസിലോട്ട് പോയാൽ പ്രതികാരമാണ് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. കഴിഞ്ഞ 2025 ഓർമ്മകളും അതിലെ നഷ്ടങ്ങളും അല്ലെങ്കിൽ അതിൽ നമ്മളുടെ തീരുമാനങ്ങൾ പാളിപ്പോയതും പുതുക്കുക എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കണം. ഇന്നലെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഫോൺ കോളുകൾ വന്നു. ഒരുപാട് പഴയ സുഹൃത്തുക്കൾ വിളിക്കും. ഇതാണല്ലോ നമുക്ക് ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അല്ലെ ഇത്തരം ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യാൻ നിൽക്കുന്ന മനുഷ്യരെ ഒന്ന് ഫോൺ ചെയ്യുകയും അല്ല അവരോട് സംസാരിക്കുക. നമുക്ക് റെഗുലറായിട്ടൊന്നും അവരോട് സംസാരിക്കാൻ കഴിയും. നമ്മൾ ഓരോ ദിവസവും പുതിയ സൗഹൃദങ്ങൾ പുതിയ ബന്ധങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നു, നമ്മൾ മിണ്ടുന്നു. സ്വാഭാവികമായും ആ കണക്ഷൻ ഇല്ലാണ്ടാകുക. കണക്റ്റിംഗ് പീപ്പിൾ എന്നാണല്ലോ നെറ്റ്വർക്കിനെ പറ്റി തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓർത്തെടുത്ത് ഇന്നാളെ ഒന്ന് വിളിക്കണം, ഇന്നാളോട് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ കോൾസിൽ എനിക്ക് ഏറ്റവും ഭംഗിയുള്ളതും ഒപ്പം തന്നെ എനിക്ക് ചിരിയും വിഷമവും വന്നൊരു കോളെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് അപ്പോൾ അദ്ദേഹം നാട്ടിൻപുറത്തുകാരൻ, ഞാൻ ഇടമണ്ണാണ് പഠിച്ചതും വളർന്നതും. അവിടെ നാട്ടിൻപുറത്താണ്, ഇപ്പോഴും അവിടെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് സാറെന്നാണ് എന്നെ വിളിച്ചത്, വിനോദ് സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ്? അപ്പോൾ അത് ഇന്നാളാണ്. ഞാൻ പറഞ്ഞു നീ എന്തിനാണ് എന്നെ സാറെന്ന് വിളിക്കുന്നത്? അപ്പം പറഞ്ഞു അല്ല നീ ഇപ്പോൾ വലിയ വക്കീലാണ്, പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാനിപ്പോഴും അന്ന് 5 രൂപ വെല്ലുമ്മച്ചിയുടെ വഞ്ചിപ്പെട്ടിയിൽ നിന്ന് കവർന്നെടുത്ത് അല്ലെങ്കിൽ തെങ്ങിൻ്റെ മടലിൽ ബാറ്റ് വെട്ടി അല്ലെങ്കിൽ ചീനിക്കമ്പ് കൊണ്ട് സ്റ്റമ്പ് കുത്തി 3 അപ്പുറം ഇപ്പുറമൊക്കെ ബഹളം വെച്ചും ചൂളമടിച്ചും ഒക്കെ കൂട്ടുകാരെ കൂട്ടി രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന ആ വിനോദ് തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതിൽ എനിക്ക് യാതൊരു കുറവും ഞാൻ ഫീൽ ചെയ്യുന്ന ഒരാളല്ല. പഴയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പഴയകാല അനുഭവങ്ങൾ നമുക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവരെ പോയി കാണുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ നിലയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ കഴിയില്ല, നീ അന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് വിനോദം എന്നാണ്. അപ്പം ഞാൻ സംസാരപ്പെട്ടത് അവനെ അളിയാന്ന് വിളിച്ചു. അവന് വലിയ സന്തോഷമായി. അപ്പം ഞാൻ അവൻ്റെ ഇളയ സഹോദരനെ പറ്റി ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞൊരു വർത്തമാനം അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഷോക്കായി. കാരണം ഞങ്ങളുടെ ക്രിക്കറ്റ് കളിക്കുമ്പം അത് ഏറ്റവും മനോഹരമായി ബോൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവൻ്റെ അനിയൻ. മനോഹരമായ ബോളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ 2 ടീമായി കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ബോളറാണ്. ഓരോ ബോളും അവൻ എറിയുന്ന യോർക്കറാണ്. അത് പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. അപ്പോൾ അവൻ്റെ ഓവർ എങ്ങനെയും കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി മാറി നിൽക്കും. അവൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മരിച്ചത്? മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ മദ്യപാനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയി. അതിനുശേഷം അവനൊരു പാമ്പ് കടിച്ചാണ് മരിക്കുന്നത്. അതും അവൻ്റെ കയ്യിൽ ഉണ്ടായ ഒരു മോശം പെരുമാറ്റത്തിൽ നിന്നാണ് അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നാണ് ആ പാമ്പ് കടി ഏൽക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു 5-6 വർഷം കഴിഞ്ഞു അവൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു, അവൻ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, നമുക്ക് കാണാം, നീ കൊല്ലത്ത് ഇവിടേക്ക് വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് അതിനുശേഷം അവൻ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് ഇട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ സംസാരിക്കും, എന്നെ അളിയാന്ന് വിളിക്കുമെന്നും അതല്ലെങ്കിൽ നീ ആ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തെടുത്ത് സംസാരിക്കുന്നത് ഞാൻ ഓർത്തില്ല. കാരണം നിങ്ങൾ നാട് ഇവിടുന്ന് മാറിപ്പോയി മറ്റൊരു സ്ഥലത്തെത്തി, നീ വലിയ വക്കീലൊക്കെ ആയി പഠിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് പഴയ കാലങ്ങൾ മറന്നു പോകും. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കാരണം എൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു 10-40 വയസ്സിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഉള്ള സൗഹൃദങ്ങളെന്ന് പറയുന്നത് അത് വിനോദ് മാത്യു വിൽസൺ എന്ന മനുഷ്യൻ രൂപപ്പെട്ടതിന് ശേഷമുള്ള സൗഹൃദങ്ങളാണ്. അതൊരിക്കലും ഒരു ഭംഗിയുള്ള സൗഹൃദം ആയിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ നമ്മളുടെ പൊസിഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഇടപെടലുകൾ കണ്ടിട്ടോ നമ്മളിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒരു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ വല്ലായ്മകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ, ആ കുറവിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യർ, അവർക്കൊപ്പം പങ്കിട്ട് കഴിച്ച പുതിയ ഭക്ഷണങ്ങൾ, അവർക്കൊപ്പം മരത്തിൽ കയറിയിരുന്ന് കാണിച്ച കുസൃതികൾ, അവർക്കൊപ്പം കളിച്ച് നടന്ന ദിനങ്ങൾ, അവർക്കൊപ്പം വെള്ളത്തിൽ ചാടി നീന്തിയ സമയങ്ങൾ, അവർക്കൊപ്പം സൈക്കിൾ ചവിട്ടിയ സമയങ്ങൾ, അവർക്കൊപ്പം
പിന്നെ യാത്ര ചെയ്ത കാര്യങ്ങൾ, അവർക്കൊപ്പം സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്ത് 1-2 രൂപയ്ക്ക് വാടക പൈസ സൈക്കിൾ ചവിട്ടിയ ദിനങ്ങൾ, അങ്ങനെ അവർക്കൊപ്പം നടന്ന ക്രിസ്മസ് കരോളുകൾ, അവർക്കൊപ്പം നടന്ന ശബരിമല സമയത്തെ അവർക്കൊപ്പം നടന്ന ആഴിയും പടുക്കയും പോലെയുള്ള വലിയ ചടങ്ങുകളിലെ ഇടപെടലുകൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് മനുഷ്യനെ രൂപപ്പെടുത്തി. ഈ മനുഷ്യനാണ് പിന്നീട് ഒരു 10-20 വർഷം കഴിയുമ്പോൾ അവൻ്റെ പൊസിഷനിലേക്ക് മാറുന്നതും പിന്നീടാണ് അവനിലേക്ക് വലിയ ബന്ധങ്ങളും കാര്യങ്ങളും കടന്നത്. അപ്പോൾ പഴയ കാലങ്ങളെ മറന്നു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും കലണ്ടർ മാറ്റിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഴയതെല്ലാം മറന്ന് പുതിയതാകുക എന്ന് പറയുമ്പോൾ ഈ പഴയകാല അനുഭവങ്ങൾ മുഴുവൻ മറന്ന് ഇനിയും അതൊന്നും എൻ്റെ കൂടെ ഇല്ല എന്നതിൻ്റെ അപ്പുറത്തേക്ക് പഴയ കാലത്തു നിന്ന് കിട്ടിയ അനുഭവങ്ങളെ, അല്ലെങ്കിൽ ദുരനുഭവങ്ങളാണെങ്കിൽ പോലും അതിനെ മനോഹരമാക്കി തീർക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുതിയൊരു ദിവസം കൊണ്ട്, പുതിയൊരു വർഷം കൊണ്ട്, പുതിയൊരു മാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് പല മനുഷ്യരും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജീവിതത്തിൽ വിജയിച്ച എല്ലാ മനുഷ്യരുടെയും ഇൻ്റർവ്യൂസും അവരുടെ വർത്തമാനങ്ങൾ നോക്കിയാൽ അവർ പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം, ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യരും പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരിട്ട അപമാനങ്ങൾ. നമ്മളൊരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അപമാനമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്ന് പറയുന്ന പോലെ കുട്ടിക്കാലത്തേറ്റ അപവാദങ്ങൾ, അപമാനങ്ങൾ, അല്ലെങ്കിൽ വല്ലായ്മകൾ, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ സാമ്പത്തികമില്ലായ്മ, അതിൽ നിന്നൊക്കെയാണ് പല മനുഷ്യരും പഠിച്ച് അവർ സമ്പത്ത് ആർജിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെയാണ് പല മനുഷ്യരും പഠിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനം കൈവരിച്ചിട്ടുള്ളത്. നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ മനുഷ്യരാണ് പിന്നീട് ആ നിറത്തിൻ്റെ കുറവിൽ വെച്ചുകൊണ്ട് തന്നെ ലോകത്തെ വലിയ പ്രശസ്തരായ മനുഷ്യരായി മാറി. നമുക്കറിയാം, നെൽസൺ മണ്ടേലയായാലും ബറാക്ക് ഒബാമയായാലും അവരൊക്കെ പറയുന്ന വർത്തമാനം, കുട്ടിക്കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വിവേചനത്തിൻ്റെയൊക്കെ ഭാഗമായി അവരുടെ ഉള്ളിൽ വീണ ആ വേദന പിന്നീട് ആ വേദനയെ അവർ പ്രതിസന്ധികളെ അവർ തരണം ചെയ്യുക. നമുക്കറിയാം, ഈ പ്രതിസന്ധികളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കരുത്തരാക്കുന്നതെന്ന് പറയും. അതിൽ നമുക്ക് രസകരമായ ഒരു സാഹചര്യത്തെ പറ്റി നമ്മൾ ശ്രമിച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം എന്ന് പറയുന്നത് ഓടക്കുഴലാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ആ മുളം തണ്ടിൽ നിന്ന് വരുന്ന ശബ്ദം ഭയങ്കര മനോഹരമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ കരയിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തൊരു ഉപകരണമാണ്, വാദ്യോപകരണമാണ് ഈ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത്. പുല്ലാങ്കുഴൽ എങ്ങനെയാണ് അങ്ങനെ പുല്ലാങ്കുഴലായി മാറുക? മുളം തണ്ടുകൾ വെട്ടിയെടുത്ത് ആ മുളം തണ്ടുകൾ വേദന സഹിക്കുകയാണ്. ആ മുളം തണ്ടുകൾ വേദന സഹിച്ച് ആ വേദനയിൽ അത് വെട്ടിയെടുത്ത് ചെയ്യുക. അതിൽ ഓരോ സുഷിരങ്ങളും ഇടുമ്പോഴും മുളം തണ്ടിന് വേദനിക്കുന്നുണ്ട്, അത് കരയുന്നുണ്ട്. അവസാനം അങ്ങനെ മുറിച്ചെടുത്ത മുളം തണ്ടിൽ 5-6 സുഷിരങ്ങളിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് ആ സുഷിരങ്ങളിൽ ചുണ്ട് ചേർത്ത് വെച്ച് ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അത് മനോഹരമായ ശബ്ദമായി മാറും. അപ്പോൾ ആ മുളം തണ്ട് അനുഭവിച്ച വേദന, പ്രതിസന്ധി, അതിൻ്റെ പ്രയാസം, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ നീറ്റൽ പിന്നീട് ആ മുളം തണ്ട് നോക്കുമ്പോൾ എന്നിൽ നിന്ന് ഇത്ര മനോഹരമായ ശബ്ദം ജനങ്ങൾ ആസ്വദിക്കുന്നു. നമുക്കറിയാം, ഈ പവിഴങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ചെറിയ മണൽത്തരികളാണ് ഈ പവിഴ പുറ്റുകളിലേക്ക് കടന്നു പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്രവം രൂപപ്പെടുന്നുണ്ട്. ആ സ്രവത്തിൽ ഈ കല്ല് കടന്ന്, ഈ മണൽത്തരി കടന്നതിന് ഭയങ്കര വേദന ഉളവാക്കുന്നുണ്ട്. പിന്നീട് അത് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് വലിയ പവിഴങ്ങളായി മാറുന്നത്. അപ്പോൾ ആ പവിഴം ഉണ്ടാകാൻ വേണ്ടി ആ പറയുന്ന ചിപ്പിക്കുള്ളിലേക്ക് പോയ മണൽത്തരി അതിനുണ്ടാക്കിയ വേദന വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം പുതുവത്സരവും. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പുതുവത്സരം അവസാനിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ വേദനകളൊക്കെ നമുക്ക് ഓർമ്മകളായിട്ടുണ്ടാവണം. ഞാനതിൽ പറഞ്ഞു പോകേണ്ട ഒരു പേര് ശ്രീനിവാസൻ്റേതാണ്. സത്യത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ പ്രതിഭ മരിച്ചപ്പോൾ നമുക്കൊരു ഒരുപാട് സിനിമാ താരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അവർ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ വാക്കുകളും, ഇപ്പം ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗ്സ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിങ്ങനെ ചുമ്മാ പറയും, എല്ലാം അതിൻ്റേതായ സമയമുണ്ട് ദാസ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം, അല്ലെങ്കിൽ ബംഗ്ലാവും സ്വിമ്മിംഗ് പൂളും ഒക്കെ വേണം, പക്ഷേ കയ്യിലുള്ളത് 20 രൂപയാണ്. അങ്ങനെ എത്ര ഡയലോഗുകൾ, എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛനൊന്നും വരുത്തും, പക്ഷേ അയാൾ അത്ര നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുന്ന എത്രയോ ഡയലോഗുകൾ ശ്രീനിവാസൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതൊരു വെറുമൊരു ഡയലോഗാണെന്ന്. പക്ഷേ അങ്ങനല്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പം എന്ന് പറയുന്ന പവനായി ശവമായി നമ്മൾ ജീവിതത്തിൽ പറയുന്ന ചില മനുഷ്യരുണ്ട്. ഒരുപാട് തള്ളുകൾ തള്ളും, ഒരുപാട് വലിയ ഡയലോഗുകൾ അടിക്കും, പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അത്തരം ഡയലോഗുകൾ എഴുതുകയും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ മരണം, എനിക്ക് ആ സിനിമാ താരങ്ങളൊക്കെ നമ്മൾ മരിച്ചിട്ടുണ്ട്, നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ള സ്പോർട്സ് താരങ്ങൾ മരിച്ചിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് അന്നേരം പക്ഷേ ശ്രീനിവാസൻ മരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാറിപ്പോകുന്നപ്പോൾ ഒരു ഭയങ്കര ശൂന്യത നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇതൊരു നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹം എത്ര
എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മലയാളികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ശ്രീനിവാസൻ ആഘോഷിക്കപ്പെടും. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആ മനുഷ്യൻ ആഘോഷിക്കപ്പെട്ടത്? അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ. അദ്ദേഹം പറഞ്ഞ, എനിക്ക് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നതിൻ്റെ ഭാഗമായി, അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിമലയെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നാട്ടിലേക്ക് പോകും. കയ്യിൽ 5 പൈസയില്ല. കയ്യിൽ 5 പൈസ ഇല്ലാത്ത സ്ഥലത്ത് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, മുസ്ലിമായ മമ്മൂട്ടിയിൽ നിന്ന് കിട്ടിയ പൈസ, ക്രിസ്ത്യാനിയായ മറ്റൊരു നടയിൽ നിന്ന് കിട്ടിയ ഒരു സൗകര്യം, ഹിന്ദുവായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ, അതായത് ശ്രീനിവാസൻ ഹിന്ദുവായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് മുസ്ലിമായ മമ്മൂട്ടിയുടെ സഹായവും ക്രിസ്ത്യാനിയായിട്ടുള്ള മറ്റൊരു സിനിമാ നടൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല, ആ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഇത്രയും പേരുടെ സഹായങ്ങളിൽ നിന്നാണ് ഞാൻ വിമലയെ കല്യാണം കഴിച്ചതെന്ന് പറയുന്ന ആ ഒരു വർത്തമാനം പോലും നമ്മുടെ ഇപ്പോൾ പുതിയ കാലത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലേക്ക് വരുന്ന സ്വാരസ്യങ്ങളെ മറയ്ക്കുന്നതാണ്. ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും ശ്രീനിവാസൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അദ്ദേഹം മനോഹരമാക്കി, അതിനെ മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനെ ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടി അല്ല അദ്ദേഹം ചെയ്തത്. ഞാൻ ഹിറ്റ്ലറിനെ പറ്റി വായിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള സാധനം, ഹിറ്റ്ലർ എന്തുകൊണ്ട് അത്രയും ക്രൂരനായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പറ്റി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും മരണപ്പെട്ട് കല്ലറയിൽ അടക്കം ചെയ്തു. ആ മാതാപിതാക്കൾ മരണപ്പെട്ട സെമിത്തേരി അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു ഗ്രഡ്ജ്, പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നത്, അദ്ദേഹം വളർന്ന വലിയ നേതാവായി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായപ്പോൾ അവിടുത്തെ യുദ്ധങ്ങൾക്കിടയിൽ അദ്ദേഹം ആദ്യം തകർത്തെറിയുന്നത് അവിടുത്തെ പള്ളികളോട് ചേർന്ന സെമിത്തേരികളുമാണ്. കാരണം എൻ്റെ മാതാപിതാക്കളുടെ സെമിത്തേരികൾ തകർക്കപ്പെട്ടതിൻ്റെ ആ ഉള്ളിലെ അതിന് അദ്ദേഹം പ്രതികാരം ചെയ്യുന്ന അങ്ങനെയാണ്. നമുക്കറിയാം, നമുക്ക് ഈ പ്രതികാരത്തിൻ്റെ കഥ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാടിൻ്റെ നിയമത്തെപ്പറ്റി, നീതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പം സിംഹം വേട്ടയാടുന്നത് തൊട്ട് താഴെയുള്ള ഒരു മൃഗത്തെയായിരിക്കും, സിംഹത്തെക്കാളും ആരോഗ്യം പറഞ്ഞൊരു മൃഗത്തെയായിരിക്കും. ഒരിക്കലും ആ മൃഗത്തിന് അതിൻ്റെ വൈരാഗ്യമുള്ളിൽ ഒരു സിംഹത്തിനെ വേട്ടയാടാൻ കഴിയില്ല. അത് തൊട്ട് താഴെയുള്ള ഒരു മൃഗത്തെയായിരിക്കും വേട്ടയാടുക. എന്ന് പറയുന്ന പോലെ പ്രതികാരത്തിന് വേണ്ടി നമുക്കുണ്ടാവുന്ന മുറിവുകൾ, നമുക്കുണ്ടാവുന്ന കഴിഞ്ഞകാല അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷത്തെ കഴിഞ്ഞ വർഷം എന്നെ ഇന്നവൻ ദ്രോഹിച്ചു, അതുകൊണ്ട് ദ്രോഹിച്ചതുകൊണ്ട് ഞാനും ഇനിയും അടുത്ത വർഷം വരുന്ന എല്ലാവരെയും ദ്രോഹിക്കും, അല്ല അത്തരം സമാനമായ സാഹചര്യത്തിൽ ഞാൻ ദ്രോഹമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അവനിട്ട് പണി കൊടുക്കാൻ. പലരും പറയുന്നത് അടുത്ത വർഷം ഞാൻ അവന് പണി കൊടുത്തിരിക്കും. ഈ പണി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല പ്രയോഗമല്ല, അതൊരു നല്ല ചിന്തയല്ല. അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് നമ്മളെ തന്നെ ബാധിക്കുക. നമ്മളോട് ഒരാളൊരു മോശം കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ മോശമായി ബിഹേവ് ചെയ്താൽ, അത് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ പറയില്ല, അതിൽ പ്രതിഷേധിക്കേണ്ട എന്നും പറയില്ല. അതിന് സ്വാഭാവികമായ പ്രതികരണവും പ്രതിഷേധവും അവിടെ ഉണ്ടാവണം. അതൊന്നും വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊന്നും പാടില്ല, എല്ലാം എന്ന ചിന്തയിലല്ല സംസാരം, മറിച്ച് അതിന് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ആ സ്പോട്ടിൽ ഉണ്ടാവണം. നമ്മളോട് മോശമായി പ്രവർത്തിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യുക തന്നെ വേണം. പക്ഷേ അതൊരിക്കലും ഉള്ളിൽ വെച്ച് അത് വരും നാളുകളിൽ ചെയ്യാനുള്ള പ്രതികാരത്തിൻ്റെ ചിന്തയായി മാറ്റുക. അത് വിട്ടേക്കുക, അത് കഴിഞ്ഞു, ആ അനുഭവം അവിടെ തീർന്നു. അതിനുശേഷം അതിനെ മനസ്സിൽ ഏറ്റി, അതിനെ ഉള്ളിൽ വെച്ച് അടുത്തൊരു വർഷം പോകുമ്പോൾ ഇതിൻ്റെ ബാലൻസ് അവിടെ തീർക്കാമെന്ന് പറയുന്ന ചിന്ത പാടില്ല. അവിടെ നിന്ന് ആ ഒരു പക്ഷേ ഒരു മോശം അനുഭവം ഉണ്ടായത്, എനിക്ക് കഴിഞ്ഞ ഈ 2025 ഏറ്റവും രസകരമായൊരു വീഡിയോ, അത് രസകരമെന്ന് പറയാൻ കാരണം അത് അത്രയും ഇതായതുകൊണ്ടാണ്. 2025 അവസാനിക്കുമ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളവട്ടം കണ്ടതാണ്. ഒരു ചിക്കൻ സെൻറ്ററിൽ അദ്ദേഹം മാനേജറാണ്. പിള്ളേർ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞതായിട്ട് പറയുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ അയാൾ അവിടെ എടുക്കുന്നൊരു മനോഭാവം അതിൻ്റെ വാശിയാണ്. അതല്ലെങ്കിൽ അവൻ്റെ ഫോട്ടോ എടുത്ത് എന്തിനാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് എന്തിനാണ്. അവിടെ നിന്ന് മറ്റൊരു പയ്യൻ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് വീണ്ടും വൾഗറാവുകയാണ്. അദ്ദേഹം കത്തിയെടുക്കുന്നു, കുത്താൻ വരും. നമ്മൾ പിന്നീട് അത് കണ്ടു, അദ്ദേഹത്തിന് പിള്ളേരുടെ നിന്ന് മർദ്ദനവും ഏൽക്കുന്നു, കത്തിയെടുത്ത് കുത്തി എന്നുള്ള ഒഫൻസ് ജയിലാകുകയും ന്യൂ ഇയർ മോശപ്പെടുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധത്തിൽ, ഒരു പ്രതികരണത്തിൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് പോകുന്നതാണ്. അവിടെ സമാധാനപരമായി ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ വീഡിയോ എടുത്താൽ, അല്ലെ എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ ഫോട്ടോ എടുത്താൽ അതിൽ പ്രതികരിക്കണം. പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ്, അത് എവിടെ വരെ പോകാം എന്ന ചിന്ത ഒരു സമയത്തുണ്ടാവണം. ആ ചിന്തയിൽ നിന്ന് വേണം പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കുവാൻ, ആ ചിന്തയിൽ നിന്ന് വേണം പുതിയ മനുഷ്യനായി തീരുവാൻ. അല്ലാതെ കലണ്ടർ മാറിയതുകൊണ്ട് 2026 ഞാൻ ഫുൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്കൊപ്പമുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പഴയകാല അനുഭവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മാറ്റത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.